ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സാസ്കെ ഒറോച്ചിമാറുവിനെ കൊന്നതിന് ശേഷം സാസ്കെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടീമിന്റെ പേരാണ് ഹൈബി. അപ്പോൾ എന്തുകൊണ്ട് സാസ്കെ ഈ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു, ഇതിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സാസ്കെയുടെ ഈ ഒരു ടീമിൽ സെലക്ട് ചെയ്ത 3 പേരാണ് ജൂഗോ, കരീൻ, സുഗെറ്റ്സു. ഈ ഒരു 3 പേരും ഒറോച്ചിമാറുവിന്റെ കൂടെ ഉണ്ടായ ആൾക്കാരാണ്. ഓക്കെ, അതിലാദ്യം നമുക്ക് സുഗെറ്റ്സുവിനെ തന്നെ നോക്കാം. മിസ്റ്റ് വില്ലേജിലുള്ള ഒരാളാണ് സുഗെറ്റ്സു. അതുപോലെ സുഗെറ്റ്സുവിന് ഒരു ബ്രദർ ഉണ്ട്, അവന്റെ പേരാണ് മാൻഗെറ്റ്സു. ഇവരുടെ 2 പേരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു 7 നിഞ്ച സോർട്സ്മാൻ അല്ലേ, അതിൽ ജോയിൻ ചെയ്യണം. അതിൽ ജോയിൻ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും അവർ വളരെയധികം കഷ്ടപ്പെട്ട് ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുഗെറ്റ്സുവിന്റെ ബ്രദർ ഇല്ലേ, പുള്ളിക്കാരൻ മരിച്ചു പോകുന്നു. അത്രയും നാൾ എങ്ങനെയെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ ചേരണമെന്നാണ് നമ്മുടെ സുഗെറ്റ്സു കരുതിയിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ സുഗെറ്റ്സു തന്റെ പ്ലാൻ മുഴുവനായും മാറ്റി. അതായത് സുഗെറ്റ്സുവിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 7 നിഞ്ച സോർട്സ്മാന്റെ കയ്യിലുള്ള ആ ഒരു സ്വാഡ് ഇല്ലേ, ആ ഒരു 7 സ്വാഡും ഇവൻ എടുക്കണം. അതായത് ആ ഒരു 7 സ്വാഡും ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിന്റെ ഹെഡായി മാറും. അതുപോലെ തന്നെ ഈ ഒരു സുഗെറ്റ്സു എന്ന ക്യാരക്ടറിന് ഒരു യുണീക്കായ പവർ ഉണ്ട്. അതായത് ഇവന് ഏത് ഷേപ്പിലും മാറാൻ സാധിക്കും. ഇവൻ വാട്ടർ വെച്ചാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സമയമാണ് സുഗെറ്റ്സുവിന് ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള പവർ നമ്മുടെ ഒറോച്ചിമാറു മനസ്സിലാക്കി ഇത് നമ്മുടെ കബൂട്ടോയോട് പറഞ്ഞ് കബൂട്ടോ എങ്ങനെയൊക്കെയോ നമ്മുടെ സുഗെറ്റ്സുവിനെ പിടിച്ച് ഒറോച്ചിമാറുവിന്റെ കയ്യിൽ എത്തിക്കുന്നു. അങ്ങനെ ഒറോച്ചിമാറു ഇവനെ റിസർച്ച് ചെയ്യാനും തുടങ്ങുന്നു. ഇവനെ ഒരു ഗ്ലാസ് ചേമ്പറിൽ അടച്ചു വെച്ചാണ് ഒറോച്ചിമാറു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അതായത് ഇവന്റെ പവേഴ്സ് വെച്ച് എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടാൻ ഇവന് സാധിക്കും. അങ്ങനെയാണ് ഒറോച്ചിമാറുവിന്റെ അടുത്ത് നമ്മുടെ സുഗെറ്റ്സു എത്തുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ടീമിലെ അടുത്ത മെമ്പറാണ് കരീൻ. സാസ്കെ തിരഞ്ഞെടുത്ത 2ാമത്തെ മെമ്പറാണ് ഇവൾ. കരീന്റെ പ്രധാന പവർ എന്ന് പറയുന്നത് ഹീലിംഗ് എബിലിറ്റിയാണ്. കൂടാതെ ഇവൾക്ക് മറ്റുള്ള ആൾക്കാരെ സെൻസ് ചെയ്യാനും കഴിയും. അത് കൂടാതെ ഇവൾക്കൊരു പ്ലസ് പോയിന്റ് ഉള്ളത്, ഇവൾ ഉസുമാക്കിയിൽ ചേർന്ന ഒരാളാണ്. ഉസുമാക്കിയിലുള്ള ഒരാളെ പറ്റി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ കരീന്റെ ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവൾ പണ്ട് മറ്റൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഇവളുടെ ഈ ഒരു ഹീലിംഗ് എബിലിറ്റി കാരണം മറ്റുള്ളവർ ഇവളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് മറ്റുള്ള ആൾക്കാർ മരിക്കാനായ അവസ്ഥയിൽ എത്തുമ്പോൾ ഇവളെ കടിച്ച് എല്ലാവരും ഹീൽ ചെയ്യും. അതായത് ഇവളുടെ ബ്ലഡിലാണ് ആ ഒരു ഹീലിംഗ് പവർ ഉള്ളത്. എന്നാൽ കരീൻ പണ്ട് ഏത് വില്ലേജിലാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം നമുക്ക് ഈ സീരീസിൽ കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഈ സമയമാണ് ഒറോച്ചിമാറു നമ്മുടെ കരീനെ കണ്ടുമുട്ടി അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ ഒറോച്ചിമാറു രക്ഷപ്പെടുത്തിയാലും അവളെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഒറോച്ചിമാറു കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മുടെ ചുനിയൻ എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ കരീന്റെ ടീമും ചുനിയൻ എക്സാമിൽ പങ്കെടുത്തിരുന്നു. അതിലൊരു ഘട്ടത്തിൽ ഒരു കരടി ഇവളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സമയം നമ്മുടെ സാസ്കെ ഇവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാസ്കയുടെ മുകളിൽ കരീന് ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സാസ്കയുടെ ടീമിൽ ഇവൾ ജോയിൻ ചെയ്തത് തന്നെ. ഓക്കെ, ഇനി അവസാനത്തെ മെമ്പർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജൂഗോ ആണ്. ഇവിടെ ഒറോച്ചിമാറുവിന് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലത്താണ് നമ്മുടെ ജൂഗോ ഉള്ളത്. ജൂഗോ ഇവിടെ എത്താൻ തന്നെ കാരണം ജൂഗോയുടെ പവർ തന്നെയാണ്. അതായത് ജൂഗോ എന്ന ഈ ഒരു ക്യാരക്ടറിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു മോൺസ്റ്റർ പോലെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി മാറും. ഒരു ദിവസം ജൂഗോ ഒരുപാടധികം ദേഷ്യപ്പെട്ട് ഒരു വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ആ ഒരു കുറ്റബോധത്തിൽ നമ്മുടെ ജൂഗോ ആണെങ്കിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. ആരും തന്റെ അടുത്ത് വരണ്ട, വന്നാൽ അവർക്കും ആപത്താണെന്ന് മനസ്സിലായാണ് അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇതേ സമയമാണ് നമ്മുടെ ഒറോച്ചിമാറുവിന് ഈ ഒരു ജൂഗോയുടെ കാര്യം മനസ്സിലായി. നമ്മുടെ കിമിമാറു ഇല്ലേ, പുള്ളിക്കാരനോട് പറഞ്ഞ് ജൂഗോയിന്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ നമ്മുടെ കിമിമാറു ജൂഗോയിന്റെ അടുത്ത് എത്തി ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. എന്നാൽ നമ്മുടെ കിമിമാറു ചില്ലറക്കാരനല്ല. കിമിമാറു നമ്മുടെ ജൂഗോയെ പിടിച്ചു വെച്ച് നിന്റെ പവർ നമ്മുടെ ഒറോച്ചിമാറുവിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നിന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒറോച്ചിമാറുവിന് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ജൂഗോ ഒറോച്ചിമാറുവിന്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ ജൂഗോ നമ്മുടെ ഒറോച്ചിമാറുവിന്റെ അടുത്ത് എത്തി എക്സ്പെരിമെന്റ് ചെയ്താണ് ആ ഒരു ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കില്ലേ അല്ലെങ്കിൽ കേഴ്സിയില്ലേ അത് തന്നെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളിന് നമ്മുടെ സാസ്കെ ആ ഒരു കേഴ്സ് മാർക്ക് വെച്ചൊരു ഫോമിലേക്ക് മാറുന്നില്ലേ, അതിലെ ഒരു ഭാഗം നമ്മുടെ ജൂഗോയുടെ പവർ ആണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ജൂഗോയുടെ പവർ നാച്ചുറൽ എനർജി അബ്സോർബ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയി ആ ഒരു ഫോമിലേക്ക് മാറുന്നതാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ സാസ്കെ നമ്മുടെ ടീമിൽ ഇവനെ ആവശ്യം വരുമെന്ന് പറഞ്ഞ് ജൂഗോയുടെ അടുത്ത് എത്തുന്നത്. എന്നാൽ ജൂഗോയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ജൂഗോ നമ്മുടെ സാസ്കെ അറ്റാക്ക് ചെയ്യുന്നു. കൂടെ നമ്മുടെ സുഗെറ്റ്സും നമ്മുടെ ജൂഗോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജൂഗോ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് താൻ സാസ്കെ ഉച്ചയുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്ത് സാസ്കെയുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു ടീം ക്രിയേറ്റ് ആയത്. ഇനി ഈ ഒരു ടീമിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റാച്ചിയെ കൊല്ലുക, അത് തന്നെയാണ്. അങ്ങനെ അവർ 4 പേരും ചേർന്ന് നമ്മുടെ ഇറ്റാച്ചിയെ തപ്പി പോകാൻ വേണ്ടി തുടങ്ങും. ഈ സമയമാണ് നമ്മുടെ സാസ്കെയെ പിടിക്കാൻ വേണ്ടി നറൂട്ടോയുടെ ടീം ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് ഇവരുടെ ടീം മനസ്സിലാക്കുന്നത് നമ്മുടെ കരീൻ വഴിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കരീനെ മറ്റുള്ള ആൾക്കാരെ സെൻസ് ചെയ്യാനുള്ള
ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മുടെ നറൂട്ടോയെ കണ്ടപ്പോൾ തന്നെ നറൂട്ടോയുടെ അടുത്തുള്ള കുറാമയെ വരെ നമ്മുടെ കരീന് സെൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഫൈനലി നമ്മുടെ സാസ്കെ ആണെങ്കിൽ ഇറ്റാച്ചിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ സാസ്കെ ഇറ്റാച്ചിയുമായിട്ട് 1-on-1 ആണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതേ സമയം പുറത്താണെങ്കിൽ സുഗെറ്റ്സു നമ്മുടെ കിസാമയുടെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സുഗെറ്റ്സു കിസാമയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള കാരണം 7 നിഞ്ച സോർട്സ്മാന്റെ കയ്യിലുള്ള ഒരു സ്വാഡ് നമ്മുടെ കിസാമയുടെ കയ്യിലാണ് ഉള്ളത്. അതെങ്ങനെയെങ്കിലും നമ്മുടെ സുഗെറ്റ്സുവിന് കൈയടക്കണം. എന്നാൽ ഇറ്റാച്ചി വേഴ്സസ് സാസ്കെ എന്ന ഫൈറ്റിൽ ഫൈനലി എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ല, നമ്മുടെ ഇറ്റാച്ചി മരിക്കുന്നു. അങ്ങനെ ഇറ്റാച്ചി മരിച്ചതിന് ശേഷം നമ്മുടെ ടോബി ആണെങ്കിൽ സാസ്കയെ എടുത്ത് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ടോബി ആണെങ്കിൽ സാസ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വില്ലേജിന് അഗെയിൻസ്റ്റ് ആയി നമ്മുടെ സാസ്കയെ മാറ്റിയെടുക്കും. കാരണം ഇറ്റാച്ചി ഇങ്ങനെ മാറാനുള്ള പ്രധാന കാരണം വില്ലേജ് ആണ്, വില്ലേജിനെയാണ് നീ ഡിസ്ട്രോയ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാസ്കയെ മുഴുവനായും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവരുടെ ടീം അക്കാട്സുക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ആദ്യം ഇവരുടെ ടീം ഹെബി എന്നാണെങ്കിൽ അങ്ങനെ ഇവരുടെ ടീമിന്റെ പേര് മാറ്റി ടക്ക എന്ന പുതിയൊരു പേര് വയ്ക്കുന്നു. കാരണം ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അങ്ങനെ ഇവർ ആദ്യം തന്നെ വില്ലേജിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർക്ക് മറ്റൊരു ഓർഡർ കിട്ടുന്നു, 8 Tailനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന്. അങ്ങനെ ഇവർ 8 Tailനെ പിടിക്കാൻ വേണ്ടി കില്ലർ ബീന്റെ അടുത്ത് എത്തുന്നു. ആദ്യം ഇവർ കാണുന്ന സമയത്ത് കില്ലർ ബി ഒരു കോമഡി പീസ് ആയിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ കില്ലർ ബി ചില്ലറക്കാരനല്ല. ഒരേ സമയം 8 സോഡ്സ് ആണ് ഇവിടെ കില്ലർ ബി യൂസ് ചെയ്യുന്നത്. സാസ്കയുടെ ടീം വളരെയധികം കില്ലർ ബീന്റെ മുന്നിൽ കഷ്ടപ്പെട്ടിരുന്നു. ഈ സമയമാണ് നമ്മുടെ ഈ ഒരു സാസ്കയുടെ ഒരു ടീം വർക്കും അടിപൊളിയായിട്ട് കാണിച്ചു തന്നത്. കാരണം ഒരാൾ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ ഇവരുടെ ടീം തന്നെ മുഴുവനായും ഇല്ലാതാകും. പരസ്പരം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്താണ് ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ആയത്. അവസാനം ഒരു വിധത്തിൽ നമ്മുടെ സാസ്കെ ആണെങ്കിൽ അമത്തറസ് യൂസ് ചെയ്ത് കില്ലർ ബീനെ പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കില്ലർ ബി അതിൽ നിന്ന് ഈസിയായി രക്ഷപ്പെട്ട് ഇവരുടെ ഈ ഒരു പ്ലാനും ഫെയിൽ ആകുന്നു. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ ഒറോച്ചിമാറു വന്ന് ഒറോച്ചിമാറു ബാക്കിയുള്ള ഹൊക്കാഗേസിനൊക്കെ വാറിൽ റിയാനിമേഷനായി കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്താണ് ഇറ്റാച്ചിയെ പറ്റിയും അതായത് ഇറ്റാച്ചി വില്ലേജിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സാസ്കെ കറക്റ്റായി മനസ്സിലാകുന്നത്. അങ്ങനെ വില്ലേജിന് അഗെയിൻസ്റ്റ് ആയി നിന്ന ഇവരുടെ ടീമാണെങ്കിൽ വാറിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും നിൽക്കുന്നു. കൂടാതെ ഫൈനലായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഒറോച്ചിമാറു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാസ്കയെ പറ്റിയുള്ള ടീമിനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള ഒരു വീഡിയോയുമായി പിന്നെ വരാം.